വെൽക്കം ടു ഈസി സ്വയിങ്. ചുരിദാർ ടോപ്പ് സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പാർട്ട് 1 ആണ് ഇന്നത്തെ വീഡിയോ. സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്തവർക്ക് പോലും സ്വന്തമായിട്ട് ഒന്ന് മനസ്സ് വെച്ച് ഈ വീഡിയോ കണ്ടാൽ വളരെ എളുപ്പത്തിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. 100% ഉറപ്പാണ്. ബേസിക്സ് മുതൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ സീരീസിൽ കവർ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ചോദിക്കണം, ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരും. അപ്പോൾ നമുക്ക് വേഗം തന്നെ പാർട്ട് 1 അളവുകളെക്കുറിച്ച് ഉള്ള ക്ലാസ് കണ്ടു. ചുരിദാറിൽ നിന്ന് നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ്സിൻ്റെ എല്ലാം നേരെ പകുതിയായിരിക്കും നമ്മൾ തുണിയിലേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. കാരണം തുണി നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടാണ് എടുക്കുന്നത്. ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ചുരിദാർ നമ്മൾ ഫ്രണ്ട് ബാക്ക് അങ്ങനെ 2ആയിട്ടാണ് കിടക്കുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഞാനൊരു ചുരിദാർ എടുത്ത് അയൺ ചെയ്ത് വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടുന്ന ഒരു ചുരിദാർ തന്നെ എടുക്കണം. ആദ്യം നമുക്ക് ഫുൾ ലെങ്ത് ആണ് എടുക്കേണ്ടത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ടേപ്പാണ്. ഇതിൽ ഈ സൈഡിൽ സെൻറ്റിമീറ്ററും അപ്പുറത്തെ സൈഡിൽ ഇഞ്ചുമാണ്. നമ്മൾ ഇഞ്ചിലാണ് എല്ലാ മെഷർമെൻറ്റ്സും എടുക്കുന്നത്. നമുക്ക് ഫുൾ ലെങ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഷോൾഡർ ജോയിൻ ചെയ്തിരിക്കുന്ന കറക്റ്റ് പോയിന്റിൽ നിന്നും നേരെ താഴേക്ക് എത്രയാണ് നമ്മുടെ ചുരിദാറിന് ഇറക്കം വേണ്ടത് അവിടെ വരെ നമ്മൾ എടുക്കണം. എനിക്കിവിടെ 43 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഫുൾ ലെങ്ത് 43 ആണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ബോഡി പാർട്സ്, മെഷർമെൻറ്റ്സ്, സ്വേയിങ് എലമെൻറ്റ്സ്, വിത്തൗട്ട് ലൈനിങ്ങിലും വിത്ത് ലൈനിങ്ങിലും സ്വേയിങ് എലമെൻറ്റ്സ് എത്രയാണ് വേണ്ടതെന്നാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 43 ആണ് ഫുൾ ലെങ്ത്ത്. 1.5 ഇഞ്ച് 1.5 ഇഞ്ചുമാണ് വിത്തൗട്ട് ആണെങ്കിലും വിത്ത് ലൈനിങ്ങിലാണെങ്കിലും നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കേണ്ടത്. ഇനി ഷോൾഡർ മെഷർമെൻറ്റ് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഷോൾഡറിൽ നിന്നും മറ്റേ ഷോൾഡറിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് മെഷർ ചെയ്യണം. ഇവിടെ എനിക്ക് 12 ആണ് കിട്ടുന്നത്. 12 കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഹാഫ് ചെയ്യുമ്പോൾ 6 വരുന്നു. പിന്നെ നമുക്ക് സ്ലീവ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടി അരയിഞ്ച്, രണ്ട് സൈഡിലേക്ക് അരയിഞ്ച് വേണം. പക്ഷേ ഇത് ഹാഫ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു അരയിഞ്ച് മാത്രം എടുത്താൽ മതിയായിരിക്കും. 12/2 6 കിട്ടുന്നു. വിത്തൗട്ടിലും വിത്ത് ലൈനിങ്ങിലും അരയിഞ്ച് മാത്രം എടുത്താൽ മതി തയ്യൽ തുമ്പായിട്ട്. അപ്പോൾ 6.5 ആണ് ഷോൾഡർ നമുക്ക് വരുന്നത്. ഇനി ഷോൾഡർ സ്ലോപ്പാണ് 1/4 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. അതായത് ഷോൾഡർ വിത്ത് 3 ഓർ എബവ് 3 ആണെങ്കിൽ അര ഇഞ്ചും 3ൽ താഴെ ആണെങ്കിൽ നമ്മൾ 1/4 ഇഞ്ചുമാണ് സ്ലോപ്പ് കൊടുക്കുന്നത്. ഇവിടെ 2.5 ഇഞ്ചാണ്, അതുകൊണ്ട് തന്നെ 1/4 എടുത്തു. ഇനി ആം ഹോൾ കർവ് 9 ആണ് വരുന്നത്. ആം ഹോൾ കർവ് എങ്ങനെയാണ് മെഷർ ചെയ്തതെന്ന് വെച്ചാൽ ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ ഷോൾഡറിൻ്റെ അവിടുന്ന് കറക്റ്റായിട്ട് ആ കൈക്കുഴിയുടെ കർവ് നമുക്ക് ചരിച്ച് തന്നെ എടുത്ത് മെഷർ ചെയ്യാം. ഇത് 9 ആണ് ഇവിടെ വരുന്നത്. കറക്റ്റായിട്ട് പിടിച്ച് നമ്മൾ മെഷർ ചെയ്യണം. അതിന് തയ്യൽ തുമ്പൊന്നും വരുന്നില്ല. ഇനി നമുക്ക് ചെസ്റ്റ് മെഷർമെൻ്റ് ആണ് വേണ്ടത്. ചെസ്റ്റ് കറക്റ്റ് ഒരു കൈക്കുഴിയിൽ നിന്നും മറ്റേ കൈക്കുഴിയിലേക്കുള്ള ലെങ്ത് ആണ് 19 ഇഞ്ച് വരുന്നു. അതിൻ്റെ പകുതി ചെയ്യുമ്പോൾ നമുക്ക് 9.5 ഇഞ്ചാണ് വരുന്നത്. തയ്യൽ തുമ്പ് നമ്മൾ 1.5 ഇഞ്ചാണ് വിത്ത് ലൈനിങ്ങിലും വിത്തൗട്ട് ലൈനിങ്ങിലും കൊടുക്കുന്നത്. ഇനി വേസ്റ്റ് ലെങ്ത് ആണ്, അതായത് നമ്മുടെ ഏറ്റവും വണ്ണം കുറവുള്ള ബോഡി പാർട്ട് വേസ്റ്റിൽ വരുന്നത്. അത് 14 ആണ് വരുന്നത്. അത് എല്ലാവർക്കും 14 അല്ലെങ്കിൽ 13, ഒത്തിരി ലെങ്ത്ത് ഉള്ളവർക്ക് മാത്രമാണ് അതിൽ കൂടുതൽ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ വിത്ത് പിന്നെ എടുക്കണം. വിത്ത് വരുന്നത് ഇവിടെ 17 ആണ് വരുന്നത്. കറക്റ്റായിട്ട് നമ്മൾ ആ കുഴിവ് വരുന്ന സ്ഥലത്ത് വിട്ട് എടുക്കാം. അപ്പം 8.5 ഇഞ്ച്. പിന്നെ ഹിപ്പ് ലെങ്ത് ആണ് വരുന്നത് 19 ഇഞ്ചാണ്. അതായത് മുകളിൽ ഷോൾഡറിൽ നിന്നും കറക്റ്റായിട്ട് നമ്മൾ സ്ലിറ്റ് എവിടെയാണ് കൊടുത്തിരിക്കുന്നത് അവിടെ വരെയുള്ളതാണ് ഹിപ്പ് ലെങ്ത് വരുന്നത്. അത് 19 ഇഞ്ചാണ്. ഓൾമോസ്റ്റ് 19 ഇഞ്ചാണ് വരുന്നത്. 18 ഇഞ്ച് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഭയങ്കര ഹൈറ്റ് ഉള്ളവർക്ക് 21 ഒക്കെ വരും. പിന്നെ അത് തയ്യൽ തുമ്പ് വേണ്ട. ഇനി നമുക്ക് ഹിപ്പ് വിട്ട് എടുക്കണം. ഹിപ്പ് വിട്ട് കറക്റ്റായിട്ട് നമ്മുടെ 2 സ്ലിറ്റും തമ്മിലുള്ള ലെങ്ത് ആണ് എടുക്കുന്നത്. കണ്ടോ, കറക്റ്റായിട്ട് എനിക്ക് 20 ആണ് വരുന്നത്. അപ്പോൾ 20നെ ഹാഫ് ചെയ്യുമ്പോൾ 10 വരും. തയ്യൽ തുമ്പ് 1 ഇഞ്ച് മാത്രമേ നമ്മൾ ഹിപ്പിൽ തയ്യൽ തുമ്പ് കൊടുക്കാൻ പാടുള്ളൂ. ഹിപ്പ് ലെങ്ത്ത് അതുപോലെ വേസ്റ്റ് ലെങ്ത്തും ഏകദേശം എല്ലാവർക്കും സെയിം 14ഉം 19ഉം എടുത്താൽ മതിയാകും. ഹൈറ്റ് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ഡിഫറൻസ് വരുള്ളൂ. ഇനി നമുക്ക് നെക്കാണ് വേണ്ടത്. ആദ്യം നെക്കിൻ്റെ ഡിസ്റ്റൻസ്, നെക്ക് വിട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ 7 ആണ്. കറക്റ്റ് പിടിച്ച് ചെയ്യണം നമ്മൾ. 7/2 വരും. 3.5 ആണ് വരുന്നത്. അതിന് തയ്യൽ തുമ്പൊന്നും വരുന്നില്ല. ഇത് നെക്ക് ലെങ്ത് ആണ്. ഫ്രണ്ട് നെക്ക് ലെങ്ത്തും ഉണ്ട്, ബാക്ക് നെക്ക് ലെങ്ത്തും ഉണ്ട്. ഇപ്പോൾ ഫ്രണ്ടിൻ്റെ ലെങ്ത്ത് ഇങ്ങനെ കറക്റ്റ് പിടിച്ച് നോക്കുമ്പോൾ 6 ആണ് വരുന്നത്. തയ്യൽ തുമ്പ് വരുന്നില്ല, ക്യാൻവാസ് ഇട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് തയ്യൽ തുമ്പ് വരാത്തത്. 5 ആണ് ബാക്ക് നെക്ക് ലെങ്ത്ത് വരുന്നത്. തുടക്കക്കാർ ക്യാൻവാസ് കൊണ്ട് നെക്ക് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഇനി സ്ലീവ്സിൻ്റെ ലെങ്ത്ത് നോക്കാം. സ്ലീവ്സിൻ്റെ ലെങ്ത്ത് കറക്റ്റായിട്ട് എവിടെയാണ് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത് അവിടുന്ന് കറക്റ്റ് എൻഡ് വരെ 15.5 വരുന്നു. 1.5 ഇഞ്ച്
തയ്യൽ തുമ്പ് കൊടുക്കണം വിത്തൗട്ട് ലൈനിങ്ങിൽ. വിത്ത് ലൈനിങ്ങിലാണെങ്കിൽ 1 ഇഞ്ച് കൊടുത്താൽ മതിയാകും. ഇനി അതിൻ്റെ വിത്ത് വരുന്നത് 5 ആണ് വരുന്നത്. 1.5 ആണ് അതിൻ്റെ തയ്യൽ തുമ്പ് 2 സ്ഥലത്തും വരുന്നത്. അത്രയേ ഉള്ളൂ. മെഷർമെൻറ്റ്സിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇത് എങ്ങനെയാണ് ഈ മെഷർമെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ ഡ്രോ ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ള സംശയമൊക്കെ അന്നേരം നിങ്ങൾക്ക് മാറുന്നതായിരിക്കും. ടാറ്റാ.